ഗൈസ്, welcome to my new video. അപ്പോൾ നമ്മൾ ഇവിടേക്കൊന്ന് വൃത്തിയാക്കാൻ പോവുകയാണ്. ഇന്ന് വൈക്കത്ത് കുറച്ച് നടക്കുന്നൊക്കെ എൻ്റെ കുറച്ച് മാമന്മാർ വരുന്നുണ്ട്. ഇന്ന് ഹർത്താലാണ്. അപ്പോൾ മാമന്മാർ വരുന്നുണ്ട്. അപ്പോൾ ഇച്ചിരി വൃത്തിയുമൊക്കെ വേണ്ടേ. ഇന്നലെ ക്രാഫ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. എല്ലാ നാശകോശമായിട്ട് കിടക്കുന്നുണ്ട്, സ്വാഭാവികം. പക്ഷേ ഇന്നലെ എന്താണെന്നറിയാതെ വൃത്തിയാക്കാണ്ടായിരുന്നു കടന്നു വെച്ചു. പക്ഷെ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്, പൊടിയായിട്ട് കടലിൽ കിടപ്പുണ്ട്. പക്ഷെ എന്താണെന്നറിയാതെ ഞാൻ എല്ലാ ദിവസവും ക്രാഫ്റ്റ് ചെയ്തിട്ട് അങ്ങോട്ടത് വൃത്തിയാക്കിയിട്ടൊക്കെയാണ് പോകാറുള്ളത്. നല്ല അടിപൊളിയാക്കിയാണ് പോകാറ്. ടീച്ചർ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ 1-2 മാസങ്ങൾക്ക് മുമ്പ് ഒരു മോട്ടിവേഷൻ തന്നു. അന്നാലും തന്നെ തുടങ്ങിയതാണ് ഈ വൃത്തിയാക്കൽ. അന്നൊരു ഡീപ്പ് ക്ലീനിങ് ഭയങ്കര മനസ്സിൽ ചെയ്തു. അടിപൊളിയായിരുന്നു. റൂം നല്ല സെറ്റ് റൂമായിരുന്നു. അപ്പോൾ ഇന്നും അതേപോലെ ഒന്ന് ചെയ്യാം. അപ്പോൾ കുറച്ച് ഷൂസൊക്കെ ഉണ്ട്. അപ്പോൾ ഷൂസൊക്കെ നമുക്ക് ഷൂറാക്കി കൊണ്ടുപോയി വെക്കാം. നമ്മൾ ഇതേപോലത്തെ സ്റ്റാൻഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു ഷൂ ഒക്കെ വെക്കാൻ. അപ്പോൾ ആ ഷൂ ഒക്കെ ഒന്ന് വെച്ചിട്ടുണ്ട്, ഒതുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കർട്ടനൊക്കെ മൂടി സെറ്റപ്പൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ അടിയിലായിട്ട് കുറച്ച് സാധനമൊക്കെ ക്രാഫ്റ്റിംഗ് പേപ്പേഴ്സൊക്കെ ഉണ്ടായിരുന്നുണ്ട്. ഇതിൽ അതൊക്കെ വെക്കാറുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ക്രാഫ്റ്റിൻ്റെ പേപ്പേഴ്സും വെച്ച് കഴിഞ്ഞപ്പോൾ അമ്മയുടെ അമ്മ തയ്ച്ചിട്ടുണ്ട്. അപ്പോൾ തയ്ക്കുന്നതിൻ്റെ തയ്ച്ചു കൊടുക്കുന്നില്ല, അല്ലാണ്ട് അമ്മ തന്നെ നൈറ്റൊക്കെ തയ്ച്ചിട്ട് എനിക്ക് ഫ്രോക്കൊക്കെ തയ്ച്ചു തരാറുണ്ട്. അതിൻ്റെ കുറച്ച് നൈറ്റ് പീസൊക്കെ ഉണ്ടായിരുന്നു, തുണിയുടെ കഷ്ണങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഒക്കെ എടുത്തു. പിന്നെ കുറച്ച് ഷാളൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാനുള്ള ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള ഷാളൊക്കെ ആയിരുന്നു. ഞാൻ ഈ കുളിച്ചിട്ട് വന്നതുകൊണ്ട് അപ്പം തന്നെ ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് ഇങ്ങനെ മുടിയൊക്കെ അയച്ചിട്ട് ഇങ്ങനെ ഭയങ്കര ഇതായിട്ടായിരുന്നു വീഡിയോ ചെയ്തത്. ഒരു ഇത് അപ്പോൾ റൂം ക്ലീനിങ് ഒക്കെ ഏകദേശമൊക്കെ ഒന്ന് കഴിയാറായി. പിന്നെ എൻ്റെ യോഗ മാറ്റിനായി. ഇപ്പോൾ യോഗ ചെയ്യുന്നില്ല. ഞാൻ 5ാം ക്ലാസ്സിലായിരുന്നു. അപ്പോൾ യോഗയൊക്കെ ചേർന്നപ്പോൾ എനിക്ക് വെച്ചിട്ടായിട്ട് പോകുന്നു. എനിക്ക് മടുപ്പായിട്ടുണ്ട്. പക്ഷേ യോഗ ചെയ്തപ്പോൾ തൊട്ട് നല്ല റിലാക്സിങ് ഒക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ എന്താ ചെയ്യുക, ഈ ഒരു ബെഡാണ് നമുക്ക് വൃത്തിയാക്കാനുള്ളത്. ഞാൻ ക്രാഫ്റ്റൊക്കെ ചെയ്തിട്ട് പോകുമ്പോൾ സാധാരണ വൃത്തിയാക്കാറുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് ഇപ്പം വൃത്തിയാക്കിയില്ല. അപ്പോൾ ഈ ബെഡ്ഷീറ്റ് അമ്മയോട് പറഞ്ഞ് എനിക്കൊരു ബെഡ്ഷീറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് റൂമിൻ്റെ ഫൈനൽ ലുക്ക് പറയാൻ മറക്കല്ലേ. ടാറ്റാ ബൈ ബൈ, സീ യു, ഹാവ് എ നൈസ് ഡേ.